ഹലോ ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാറ്റെ കാലിക്കറ്റ്. ഞാൻ നീറ്റ് എം ഡി എസ് റിലേറ്റഡ് ആയിട്ട് ഓറിയൻറ്റേഷൻസിന് പോകുമ്പോഴും അല്ലെങ്കിൽ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നോട് സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്ച്വലി നീറ്റ് എം ഡി എസ് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റാങ്ക് വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നീറ്റ് എം ഡി എസ് എന്നുള്ളൊരു പ്രിപ്പറേഷന് വളരെ ആക്റ്റീവ്ലി ചെയ്തിട്ട് എനിക്ക് വിചാരിച്ച റാങ്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ റാങ്ക് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലല്ലേ എന്ന് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീറ്റ് എം ഡി എസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ഗവൺമെൻറ് ആയിട്ട് ഒരു എം ഡി എസ് സീറ്റ് എന്നുള്ളത് തന്നെ ആയിരിക്കും. പക്ഷേ അതിലൂടെ ഈ ഒരു നീറ്റ് എം ഡി എസ് പ്രിപ്പറേഷനിലൂടെ നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നീറ്റ് എം ഡി എസിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മൾ 4.5 വർഷം നമ്മൾ ഡെൻ്റൽ കോളേജിൽ പഠിച്ച സബ്ജക്ട്സിനെ റിവൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നീറ്റ് എം ഡി എസിലൂടെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഓരോ വർഷവും പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷൻ ഓറിയൻറ്റഡ് ആയിട്ടാവും എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. പക്ഷേ നീറ്റ് എം ഡി എസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹോൾ സിലബസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതുമൂലം നമുക്ക് എന്തുണ്ടാവും, കുറച്ചും കൂടി ക്ലിനിക്കൽ നോളജും അതുപോലെ തന്നെ നമ്മുടെ തിയറി നോളജും വളരെ ഷോർട്ട് ടൈം കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് അക്വയർ ചെയ്യാനും അത് നമ്മുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 വർഷം പഠിച്ച ഓരോ സബ്ജക്ട്സിൻ്റെയും ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ അതെങ്ങനെ ക്ലിനിക്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്രിപ്പറേഷനോട് നമുക്ക് നേടാൻ വേണ്ടി പറ്റുന്നത് തന്നെയാണ്. രണ്ടാമത് നമ്മൾ ഗെയിൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നീറ്റ് എം ഡി എസ് പോലത്തെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെൻ്റൽ പി എസ് സി അല്ലെങ്കിൽ നമ്മൾ അബ്രോഡ് സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സാമുകൾ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു, ഈ സിലബസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരു പ്രൈവറ്റ് പ്രാക്ടീസിലോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു പ്രാക്ടീസിലോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ എല്ലാ സബ്ജക്ട്സിനെ കുറിച്ചും എല്ലാ ക്ലിനിക്കൽ പ്രൊസീജിയറിനെ കുറിച്ചും നമുക്കൊരു നല്ല ധാരണ എന്തുണ്ടാവുന്നു, ഇതിലൂടെ നമ്മൾ ഗെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നീറ്റ് എം ഡി എസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇതൊരു ബേസിക് റിക്വയർമെൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഹൗസ് ഏജൻസി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇൻറ്റേൺ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് നീറ്റ് എം ഡി എസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ചിന്താഗതികൾ ഇങ്ങനെ ആവണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ നീറ്റ് എം ഡി എസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റാങ്കിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഒരുപാട് നോളജ് ഇതിലൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മളൊരു ഫീൽഡിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനീഷ്യലി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഏരിയയിലെ തിയറി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ക്ലിനിക്കലി അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, റിപ്പീറ്റഡ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ വരുന്ന മിസ്റ്റേക്സുകൾ കണ്ടെത്തി അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അപ്പോൾ നീറ്റ് എം ഡി എസിന് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളും അല്ലെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നീറ്റ് എം ഡി എസ് ഒരിക്കലും നീറ്റ് എം ഡി എസ് മാത്രം നമ്മൾ അച്ചീവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നീറ്റ് എം ഡി എസിന് ഭയങ്കര കോമ്പറ്റീഷനാണ്, അല്ലെങ്കിൽ ബിലോ ഒരു 500 റാങ്കിൽ വന്നാൽ മാത്രമേ എനിക്ക് റാങ്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഗെയിൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് നിങ്ങളൊരു സിലബസിലുള്ള അല്ലെങ്കിൽ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാക്കി നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഡെൻ്റൽ ഹൗസ് ഏജൻസി നമ്മൾ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യാറ്, പ്രാക്ടീസ് ചെയ്യാറും അല്ലെങ്കിൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് നമുക്ക് വരാറ്. ആ ഒരു സമയത്ത് നിങ്ങളെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാ സബ്ജക്ട്സിനെ കുറിച്ചും നല്ല നോളജ് ഉണ്ടാക്കാനും ഈ നോളജ് നിങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നീറ്റ് എം ഡി എസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് റിക്വയർമെൻ്റ് ആക്കി മാറ്റി എല്ലാ സബ്ജക്ട്സിനെ കുറിച്ചും നല്ല ധാരണ ഉണ്ടാക്കി വളരെ നല്ല ഡെൻറ്റിസ്റ്റുകളായിട്ട് പുറത്തോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഞാൻ മുകളിൽ പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മൾ ക്ലിനിക്കൽ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി തിയറി പഠിക്കുന്നു, ഈ ക്ലിനിക്കൽ നോളജ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ഇത് റിപ്പീറ്റഡ്ലി ചെയ്യുന്നു. ഇതാണ് നമ്മളൊരു ലേണിംഗ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. നീറ്റ് എം ഡി എസ് എന്നുള്ളത് ഒരു മാൻഡേറ്ററി, നീറ്റ് എം ഡി എസിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ഘടകമാക്കി മാറ്റി അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം നോളജുകൾ കൈവരിച്ച് സക്സസ്ഫുൾ ആയി ഡെൻറ്റിസ്റ്റുകളായിട്ട് മാറുക എന്നുള്ളതാണ്.